ഇനി നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാത്ത ആലപ്പുഴ കലവൂരിലെ വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയ വാർത്തയിലേക്ക് തന്നെയാണ്. വയോധികയെ ആസൂത്രിതമായാണ് കൊന്നു കുഴിച്ചുമൂടിയതെന്നാണ് പോലീസ് നൽകുന്ന നിഗമനം. അതേസമയം തന്നെ സുഭദ്ര കൊല്ലപ്പെടും മുൻപേ വീടിന് പുറകുവശത്ത് പ്രതികൾ കുഴിയെടുത്തതായി പോലീസ് അറിയിച്ചു. പ്രതികൾക്കായി അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹരിത, ആലപ്പുഴയിൽ ഈ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയ ആ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെയധികം കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് നടത്തിയത് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഈ കൃത്യം അല്ലെങ്കിൽ ഇവരെ കൊല്ലുന്നതിന് മുൻപ് തന്നെ ഇവരെ ആലപ്പുഴയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അതിനു മുന്നേ ഈ സുഭദ്രയുമായി ദീർഘനാളത്തെ പരിചയമുള്ള ഷർമിള എന്ന് പറയുന്ന സ്ത്രീ ഇവരെ മുൻപും വീട്ടിലേക്ക് ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു പരിചയം സ്ഥാപിച്ച് അത്തരത്തിലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്ത ശേഷമാണ് ആലപ്പുഴയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഏതാണ്ട് 3 ദിവസങ്ങൾക്ക് ശേഷം ആണ് അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ മകൻ പരാതി നൽകുന്നത്. സുഭദ്ര സ്ഥിരമായി അമ്പലങ്ങളിൽ പോവുക അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം നടത്തുകയെല്ലാം പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ ഇത്തരത്തിൽ അമ്മയെ കാണാതായ ഒരു വിവരം മകൻ പോലീസിൽ അറിയിച്ചിരുന്നില്ല. എന്നാൽ 4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അമ്മയെ കാണാതെ വന്നതോടെയാണ് മകൻ പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഷർമിള പണ്ട് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് ഷർമിള കേരളത്തിലെത്തുന്നത്. അവർ അന്ന് താമസിച്ചിരുന്നത് കൊച്ചി കടവന്ത്രയിൽ സുഭദ്ര നടത്തിയിരുന്ന അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലോഡ്ജിലായിരുന്നു. അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. അതിനുശേഷം ഈ സൗഹൃദം വളരുകയും ഈ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലോഡ്ജ് നിർത്തിപ്പോയപ്പോഴും ആ സൗഹൃദം അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. പലപ്പോഴും ഇതിനു മുൻപും പല സന്ദർഭങ്ങളിലും ആലപ്പുഴയിലെ കലവൂരിലുള്ള ഷർമിളയുടെ വീട്ടിൽ സുഭദ്ര പോയിരുന്നു. അതുകൊണ്ട് തന്നെ സുഭദ്രയെ ആദ്യം അവിടെ കണ്ടപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് സംശയങ്ങളൊന്നും തോന്നിയിരുന്നില്ല എന്നതിന് ഒരു പ്രധാന കാരണം അതുതന്നെയാണ്. അതോടൊപ്പം തന്നെ ഷർമിളയും ഷർമിളയുടെ ഒപ്പമുള്ള കൂട്ടുപ്രതിയായ നിതിൻ മാത്യുവും അവരുടെ ആ വാടക വീട്ടിൽ സുഭദ്രയെ എത്തിച്ചതിന് ശേഷം ഏതാണ്ട് 4-ാം തീയതിക്ക് തൊട്ട് പിന്നാലെ തന്നെ അജയൻ എന്നു പേരായ നാട്ടിലുള്ള മറ്റൊരാളെ വിളിച്ച് വീടിന് പിറകിൽ ഒരു കുഴി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ദീർഘചതുരാകൃതിയിലുള്ള ഒരു കുഴി എടുക്കാനാണ് ആവശ്യപ്പെട്ടത്. ശുചിമുറിക്ക് സമീപമായതുകൊണ്ട് തന്നെ ശുചിമുറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ബാത്റൂമിൽ നിന്നുള്ള മാലിന്യവും വെള്ളവും മറ്റും ഇടാനും അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങൾ ഇട്ട ആ കുഴി മൂടാനും വേണ്ടിയുള്ള കുഴിയാണ് എന്നാണ് അജയനെ അറിയിച്ചിരുന്നത്. ആദ്യം എടുത്ത കുഴിയുടെ ആഴം പരിശോധിക്കുകയും ഒരു 3-3.5 അടി ആഴമുള്ള ഒരു കുഴി എടുത്തപ്പോൾ ഈ വലിപ്പം പോരാ, കുറച്ചുകൂടി ആഴത്തിലുള്ള കുഴി എടുക്കണമെന്ന് അറിയിച്ചതിനെ തുടർന്ന് അജയൻ കുറച്ചുകൂടി വലിയൊരു കുഴി എടുക്കുകയുമായിരുന്നു എന്നാണ് അറിയിച്ചത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ പണം വാങ്ങാനും മറ്റ് പണികൾക്കുമായി എത്തിയപ്പോൾ കുഴി മൂടിയ നിലയിലായിരുന്നു. അന്ന് പറഞ്ഞത് പറമ്പിലുണ്ടായിരുന്ന മുഴുവൻ വസ്തുക്കളും അതിലിട്ട് മൂടേണ്ടി വന്നു. അതിനാൽ തന്നെ കുഴി വല്ലാതെ നിറഞ്ഞു പോയതുകൊണ്ട് കുഴി മൂടുകയായിരുന്നു, ഇനി പണിയുടെ ആവശ്യമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് അജയൻ മടങ്ങുകയായിരുന്നു. എന്നാൽ അന്ന് തനിക്ക് സംശയമൊന്നും തോന്നിയിരുന്നില്ലെന്നും പിന്നീട് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് സമീപിച്ചപ്പോഴാണ് ആദ്യത്തെ തവണ വീട്ടിൽ പോയപ്പോൾ അവിടെ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നതായി താൻ കണ്ടത് അദ്ദേഹത്തിന് ഓർമ്മ വന്നതെന്നും രണ്ടാമത് പോയപ്പോൾ അത്തരത്തിൽ ഒരു സ്ത്രീ അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല 2 ദിവസത്തിനുള്ളിൽ ഒരു 4.5 അടി ആഴമുള്ള ഇത്രയും വലിയൊരു കുഴി മാലിന്യം കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞതിലെ അസ്വാഭാവികതയും അപ്പോഴാണ് സംശയാസ്പദമായി തോന്നിയത് എന്നും പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് കടാവർ നായകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അവർ കൃത്യമായി മണം പിടിച്ച കുഴിയുടെ സ്ഥാനം കണ്ടുപിടിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സുഭദ്രയുടേതെന്ന് കരുതിയ മൃതദേഹം കണ്ടെടുത്തത്. ആ മൃതദേഹം മക്കൾ തിരിച്ചറിയുകയും ചെയ്തു. സുഭദ്രയ്ക്ക് ഏറെക്കാലമായി മുട്ടുവേദന അടക്കമുള്ള രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നതിനാൽ സ്ഥിരമായി ബാൻഡേജ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ആ ബാൻഡേജിന്റെ അവശിഷ്ടങ്ങളും കഷ്ണങ്ങളും മൃതശരീരത്തിൽ നിന്ന് അതേപോലെ തന്നെ ലഭിക്കുകയുണ്ടായി. ഇതുകൂടി കണ്ടുകൊണ്ടാണ് മക്കൾ മൃതദേഹം സുഭദ്രയുടേത് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഇന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടം നടന്നാൽ മാത്രമേ സുഭദ്ര കൃത്യമായി എത്രാം തീയതിയാണ് കൊല്ലപ്പെട്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ. നിലവിൽ പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് 7-ാം തീയതിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ 7-ാം തീയതി തന്നെ സുഭദ്ര കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ്. കാരണം 4-ാം തീയതി ഷർമിളയും സുഭദ്രയും കൂടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതിനുശേഷം 3 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 4 ദിവസത്തിൽ കൂടുതൽ എന്തായാലും
സുഭദ്രയെ അവർ വീട്ടിൽ താമസിപ്പിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ വീടിന് പിന്നിലെ കുഴി എടുക്കുന്ന ജോലികളും അവർ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് സുഭദ്ര 7-ാം തീയതിക്കകം കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ്. എന്നാൽ കൃത്യമായി ഏത് ദിവസമാണ്, ഏത് സമയത്താണ് കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്, ഏത് രീതിയിൽ ആയുധങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചാണോ അതോ മറ്റേതെങ്കിലും രീതിയിലൂടെയാണോ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യവും ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രതികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രതികൾ സുഭദ്രയെ നേരത്തെ തന്നെ പരിചയമുള്ള ശർമിള കർണാടകയിൽ ഉടുപ്പി സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉടുപ്പിയിലേക്ക് ഇവർ കടന്നിരിക്കാമെന്ന് പോലീസിന് ആദ്യമേ തന്നെ സംശയമുണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ ഫോൺ ലൊക്കേഷൻ ഉടുപ്പിയിൽ കണ്ടെത്തുകയും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചത് ഉടുപ്പിയിലും ഇവർ സ്വർണം പണയം വെച്ചതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം കർണാടകയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നത്. കൊച്ചി കടവന്ത്രയിൽ നിന്നും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നുമുള്ള 2 പോലീസ് സംഘങ്ങൾ ഉടുപ്പിയിലെത്തി പരിശോധന തുടരുകയാണ്. ഹരിത. ശരി അതുല്യ.